പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോഗരിതം എന്താണ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇന്ന് നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതിനെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ പഠിച്ച എന്താണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, എങ്ങനെയാണ് അങ്ങനെയുള്ള ഫംഗ്ഷൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എല്ലാവരും കൃത്യമായിട്ട് എഴുതി എടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടാണ്. കൺസിഡർ ദ ഫംഗ്ഷൻ y is equal to x raised to sin x. കണ്ട, വെറുതെ ജസ്റ്റ് sin x എന്നോ log sin x എന്നൊന്നുമല്ല, x raised to sin x, അല്ലെങ്കിൽ sin x raised to cos x, അല്ലെങ്കിൽ x square plus 1 all raised to x, etc. type functions. All these functions are expressed in the form, ശ്രദ്ധിക്കേണ്ടത്, y is equal to h of x all raised to g of x. y is equal to h of x all raised to g of x. ഇവിടെ h ഉം g ഉം x ന്റെ ഫംഗ്ഷൻസ് ആണ്. ശ്രദ്ധിക്കുക, y is equal to ആ രീതിയിൽ തരുന്നത് അതാണ്. അതുപോലെ എക്സാമ്പിൾ നോക്കി, y is equal to x raised to sin x, then y is equal to sin x all raised to cos x, അല്ലെങ്കിൽ y is equal to x square plus 1 all raised to x. ഇതെല്ലാം നമ്മൾ ഇതേ ഫോമിലാണ്. y is equal to h of x all raised to g of x ഫോം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ഡെറിവേറ്റീവ് കാണുക എന്നാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ ഫംഗ്ഷൻസ് വന്നാൽ ഇതേ രീതിയിൽ വന്നാൽ നമ്മൾ രണ്ട് സൈഡും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അതിന്റെ ലോഗരിതം എടുക്കണം. അതാണ് പറഞ്ഞത്. നോക്കി, in order to find the derivative of such functions, we take natural logarithm, that means with base e on both sides. Apply the laws of logarithm. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ലോഗരിതം എടുക്കുക രണ്ട് സൈഡിലും. എന്നിട്ട് നമ്മൾ പഠിച്ചു കുറച്ച് ലോസും കാര്യങ്ങളും നമ്മുടെ ലോഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നല്ലേ, അത് നമ്മൾ അപ്ലൈ ചെയ്യുക. ആൻഡ് ദെൻ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടത് ലോഗരിതം എടുക്കുന്ന രണ്ട് സൈഡ്, എന്നിട്ട് നമ്മൾ ലോസ് നമ്മൾ പഠിച്ച ലോസ് ഉണ്ടല്ലോ അതെല്ലാം അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഡിഫറൻഷിയേറ്റ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ദിസ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ, ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്നിട്ട് പറയാം, y is equal to h of x all raised to g of x എന്ന രീതിയിൽ ഫംഗ്ഷൻ തരികയാണെങ്കിൽ നമ്മൾ ആദ്യം രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. ദെൻ നമ്മൾ ലോഗോട് ബന്ധപ്പെട്ട് ഞാൻ കുറെ റിസൾട്ട്സും കാര്യങ്ങളിലും ലോസ് എല്ലാം പറഞ്ഞു അത് അപ്ലൈ ചെയ്ത് അതിനുശേഷം അത് നോർമൽ ഫോമിൽ നമ്മൾ കൊണ്ടുവരണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്ത് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ആ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുത്തേ, എല്ലാവരും വന്നേ, എല്ലാവരും കൃത്യമായിട്ട് നന്നായിട്ട് എഴുതിയെടുക്കുക. മനസ്സിലായെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തോട്ട് കടക്കാവുന്നതാണ്. ഒക്കെ കുട്ടികളെ, നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അത് ഉപയോഗിച്ച ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം. ഡിഫറൻഷിയേറ്റ് a raised to x. ശ്രദ്ധിക്കണേ, a raised to x with respect to x where a is a constant. ഇത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് റിസൾട്ടായിട്ട് നമ്മുടെ മനസ്സിലിരിക്കണം കേട്ടോ. കാരണം വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് കൂടിയാണ് നമ്മൾ ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ a raised to x with respect to x where a is a constant. a constant എന്ന് അവർ എടുത്തത് എക്സിന്റെ ഫംഗ്ഷൻ അല്ല, അത് ശ്രദ്ധിക്കാട്ടെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ് y is equal to a raised to x. Let y is equal to a raised to x. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ രണ്ട് സൈഡിൽ ലോഗ് എഴുതണം. അപ്പൊ ഞാൻ എഴുതാം, ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ബോത്ത് സൈഡ്സ് we get log y equal to നോക്കിക്ക് a raised to x. അതിന്റെ ലോഗ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, x into log, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇവിടെ എഴുതി, ലോഗ് ഓഫ് a raised to x, taking log on both sides. That is equal to, ഇത് വേണമെങ്കിൽ എഴുതാം, that implies log y is equal to
നോക്കിക്കേ log of a raised to x. ഞാൻ log of x raised to n എന്താന്ന് പറഞ്ഞത്, അതായത് n log x. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ എഴുതാം? log of a raised to x നമുക്ക് x into a യുടെ പവർ x into log of a എന്ന് എഴുതാം. log of a ഇവിടെ a കോൺസ്റ്റന്റ് ആണ്, അത്ര ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? log of a raised to x നമുക്ക് എങ്ങനെ x into log of a അല്ലെ log a. ഇവിടെ log a എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്, ശ്രദ്ധിക്കുക. കോൺസ്റ്റന്റ് നമുക്കറിയാം, കോൺസ്റ്റന്റും വേറൊരു ഫംഗ്ഷൻ കൂടെ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ആണ്. അവിടെ ശ്രദ്ധിക്കുക. ഇവിടെ log y ഈക്വൽ ടു x into log a എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ആദ്യം തന്നെ ആ log എടുക്കുക, then പ്രോപ്പർട്ടി എല്ലാം അപ്ലൈ ചെയ്യുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് with respect to x എന്ത് കിട്ടും? log y യുടെ ഫംഗ്ഷൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു അവിടെ y യുടെ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പോൾ അവിടെ ഇൻറ്റു dy by dx കൂടി ചേർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കഴിക്കും? log y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ log x ന്റെ ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞു 1/x. അപ്പൊ log y എന്തായിരിക്കും? 1/y into dy by dx. മറന്നു പോകരുത്. 1/y into dy by dx. That is equal to റൈറ്റ് സൈഡ് നമ്മൾ പെട്ടെന്ന് കണ്ട പ്രൊഡക്റ്റ് ഫോം ആണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ അവിടെ അതിന്റെ ആവശ്യമില്ല. കാരണം log a എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് ഇൻറ്റു log a ഇൻറ്റു ജസ്റ്റ് log ഇങ്ങനെ എഴുതിയാലും മതി. log a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്, കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. എക്സ് ആണ്, നമ്മൾ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. അപ്പൊ ഇൻറ്റു 1 എന്ന് എഴുതാം. നമുക്ക് എന്ത് കിട്ടി? 1/y into dy by dx is equal to log a into 1. log a into 1 log a തന്നെയാണ്. then dy by dx ആണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. dy by dx is equal to അതായത് ഡെറിവേറ്റീവ് y with respect to x എന്ന് പറയുന്നത് എന്തായാലും ഈ y നമുക്ക് റൈറ്റ് സൈഡിലോട്ട് വരും. 1/y അതുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് വന്നത് ഇൻറ്റു ഫോം അല്ലേ? ദാറ്റ് ഈസ് y into പ്രൊഡക്റ്റ് ഫോം y into log a എന്ന് വരും. y into log എന്താ ഈ y 1/y നമുക്ക് റൈറ്റ് സൈഡിലോ ഈ പ്രൊഡക്റ്റ് ഫോം കിട്ടും. ഡിവിഷൻ ഫോം നമുക്ക് പ്രൊഡക്റ്റ് ഫോം കിട്ടുക. അപ്പൊ y into log a എന്നാണ്. പക്ഷെ y എന്താണ് നമ്മൾ സപ്പോസ് ചെയ്തത്? a raised to x എന്ന് എഴുതുക. that implies that is equal to that is y യുടെ സ്ഥലത്ത് നമുക്ക് a raised to x എന്ന് എഴുതാം. അപ്പൊ log a നമുക്ക് കോൺസ്റ്റന്റ് ആദ്യം എഴുതാം. log a into a raised to x എന്ന് കിട്ടും. log a നമ്മൾ ആദ്യം എഴുതുന്നു, അല്ലെങ്കിൽ a raised to x ആദ്യം log a രണ്ടാമത് എഴുതിച്ചു കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം പ്രൊഡക്റ്റ് ഫോം ആണ്. അപ്പൊ നമുക്ക് dy by dx എന്ത് കിട്ടും? log a into a raised to x. അപ്പൊ y is equal to a raised to x ആണെങ്കിൽ ഡെറിവേറ്റീവ് y with respect to x എന്ന് പറയുന്നത് that is log a into a raised to x അല്ലെങ്കിൽ a raised to x into log a എന്നായിരിക്കും. ഇത് റിസൾട്ട് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. സാധാരണ പലപ്പോഴും ചോദിക്കുന്ന നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആവശ്യമായിട്ട് വരുന്നതാണ്. അതായത് if y is equal to a raised to x, then dy by dx equal to then a raised to x into log a. അത് റിസൾട്ട് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇപ്പൊ y is equal to a raised to x, then dy by dx is equal to a raised to x into log a. മനസ്സിലായിട്ടുണ്ടാവണം. അത് ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. then എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് നമുക്ക് കടക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കടക്കാം. ഡിഫറൻഷിയേറ്റ് x raised to x with respect to x. ഡിഫറൻഷിയേറ്റ് x raised to x with respect to. നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത് a raised to x with respect to. ഇവിടെ നമുക്ക് x raised to x with respect to x. ഇത് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ നല്ലൊരു റിസൾട്ട് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. then let y is equal to x raised to x. let y is equal to x raised to x. then അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം? taking log on both sides. taking log on both sides, we get log y is equal to log of x raised to x
ലോഗ് എടുക്കുക രണ്ട് സൈഡിൽ. ലോഗ് y is equal to log of x raised to x. ഇത് നമുക്ക് വേണമെങ്കിൽ that implies log y is equal to നമ്മൾ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും, നമ്മൾ ലോ അപ്ലൈ ചെയ്യുക. ലോ അപ്പൊ എന്തുവരും log of x raised to x, നമുക്ക് x raised to x, അപ്പം x into log x എന്ന് എഴുതാം. അപ്പൊ എന്തെഴുതാം? that is x into log x. നമ്മള് log x raised to n എന്താ n into log x. അപ്പൊ log x raised to x x into log x. ക്ലിയർ ആയല്ലേ? ഇനി നമുക്ക് നോക്കിയിട്ട് നമുക്ക് സാധാരണ ഫോമിലോട്ട് വന്നു. ഇനി നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ നമ്മൾ എഴുതാം ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് we get എന്ത് കിട്ടും? that implies okay log y ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 by y into dy by dx. that is 1 by y into dy by dx. that is equal to ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ x into log x രണ്ട് ഫംഗ്ഷൻ പ്രൊഡക്റ്റ് ഫോം ആണ്. അപ്പൊ നമ്മള് പ്രൊഡക്റ്റ് ടൂൾ അപ്ലൈ ചെയ്യണം ഡെറിവേറ്റീവ്. അപ്പൊ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. log x ന്റെ ഡെറിവേറ്റീവ് 1 by x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. that is 1. വേണമെങ്കിൽ ഈ എക്സും എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്ത്, കാരണം എക്സ് ഇൻറ്റു 1 by x. അപ്പൊ എക്സ് എക്സും ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കി 1 എന്ന് മാത്രം. അപ്പൊ 1 plus log x എന്ന് വരും റൈറ്റ് സൈഡിൽ. then that implies dy by dx is equal to ഈ 1 by y എന്നുള്ളത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ y into എന്നോ പ്രൊഡക്റ്റ് ഫോം. അപ്പൊ y into ഇവിടെ ഞാൻ പറഞ്ഞു ക്യാൻസൽ ചെയ്ത് 1 ഉണ്ട്, ഇവിടെ നമുക്ക് log x ഉണ്ട്. അപ്പൊ നമുക്ക് dy by dx is equal to y into 1 plus log x എന്ന് കിട്ടി. y into 1 plus. പക്ഷെ y എന്താണ് നമ്മൾ എടുത്തത്? x raised to x എന്നാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is x raised to x into 1 plus log x എന്ന് എഴുതാൻ പറ്റും. അപ്പൊ dy by dx is equal to വരും x raised to x into 1 plus log x എന്ന് ഉണ്ടാവും. അതൊരു നല്ല റിസൾട്ടാണ്. അതായത് if y is equal to x raised to x, then dy by dx is equal to that is x raised to x into 1 plus log x എന്നാണ് അത് റിസൾട്ട് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. അതായത് if y is equal to x raised to x, then dy by dx is equal to x raised to x into 1 plus log x. അത് റിസൾട്ട് ആയിട്ട് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എന്ത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്നുകൂടി നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. കുട്ടികളെ നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. വളരെ രസകരമായ ഒരു പ്രോബ്ലമാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. കൺസിഡർ ദ ഫംഗ്ഷൻ y equal to sin x raised to log x. നമ്മൾ h of x all raised to g of x എന്ന് പറഞ്ഞ പോലെ തന്നെ sin x all raised to log x. ഇവിടെ കണ്ടീഷൻ sin x greater than 0. അവിടെ നമ്മൾ പറഞ്ഞ ഡെഫിനിഷനിൽ തന്നെ എപ്പോഴും h of x g of x പോസിറ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദാൻ 0. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞ sin x. മാത്രമല്ല log of x x എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഫൈൻഡ് dy by dx. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് y വിത്ത് റെസ്പെക്ട് ടു x എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം. given y equal to sin x all raised to log x എന്നെടുത്ത് എഴുതാം. given y is equal to sin x all. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത് ചെയ്യണം? ആദ്യം log എടുക്കണം both sides. taking log on both sides. taking log on both sides. on both sides. എന്ത് കിട്ടും നോക്കി? log y is equal to log of this much. that implies log y is equal to log of sin x all raised to log x.
log y is equal to log of sin x all raised to log x. പിന്നെ നോക്കുക നിങ്ങൾ, നമ്മൾ ആ പ്രോപ്പർട്ടി നമ്മൾ ലോ പഠിച്ചു അല്ലെ, എന്താണ് log of x raised to n എന്താണ് n into log x, log of x raised to n, n in log. അതുപോലെ നമുക്ക് ഇവിടെ log അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ നമുക്ക് n log x ആണെന്നുള്ളത് അല്ലെ. അപ്പൊ log x into log of sin x എന്ന് പറയുന്നത്. So that implies log y is equal to log x into പവർ ആയിട്ടുള്ളത് log x into മറന്നുപോയത് ശ്രദ്ധിച്ചെഴുതാം into log of sin x, log of sin x കണ്ടോ. ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ നമുക്ക് ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായി പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണമെന്നുള്ളൂ. അപ്പൊ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. log y is log of sin x always to log x ആണെങ്കിൽ log x into log of sin x. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x. നമുക്ക് എഴുതാം ഡിഫറൻഷിയേറ്റിംഗ് both sides with respect to x. Differentiating both sides with respect to x. എന്ത് കിട്ടും നോക്കിക്കേ, log y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/y into dy by dx എന്ന് എഴുതാം. കാരണം log x 1/x, അപ്പൊ log y into dy by dx കൊണ്ട് ചേർക്കണമെന്നുള്ളൂ y യുടെ ഫംഗ്ഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ശ്രദ്ധിച്ചു ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ പറയുന്നത് ലോഗ് ഓഫ് സൈൻ എക്സ് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂളും കൂടി അവിടെ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് ഓഫ് സൈൻ എക്സ്. അപ്പൊ ലോഗ് യു എന്ന് കരുത്, ലോഗിന്റെ എന്താ 1/u ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു. അപ്പൊ എന്തെങ്കിലും ഇവിടെ യുവിന്റെ സ്ഥാനത്ത് സൈൻ എക്സ് ആണ്. അപ്പൊ ലോഗ് സൈൻ എക്സ്, അപ്പൊ 1/sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു. യു ആയിട്ട് നമ്മൾ എടുത്തത് എന്താണ് സൈൻ എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും കോസ് എക്സ്. ശ്രദ്ധിച്ചു നോക്കണേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇത് ഫംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് ഓഫ് യു എന്ന് കരുതുക. ലോഗ് യു 1/u, ഇപ്പൊ 1/sin x. ഇവിടെ യു എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് യു. യു എന്താണ് സൈൻ എക്സ്, സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ എന്ന് പറഞ്ഞല്ലേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ കഴിഞ്ഞു. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗോ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് 1/x. ഇതുകൊണ്ട് പറയാം first function into derivative of second function plus second function into derivative of first function. That implies, ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബാക്കി ഈ 1/y into dx ഞാൻ പറഞ്ഞു 1/y ഐസലോട്ട് എടുക്കുമ്പോൾ y into എന്നുള്ളത്. സോ dy by dx is equal to 1/y ഐസലോട്ട് പ്രൊഡക്റ്റ് ഫോമിലോട്ട് പോകും. അപ്പൊ y into 1. ഇതെന്ത് വരും നോക്കിയ കുട്ടികളെ നോക്കി, cos x by sin x എന്ന് പറയുന്നത് cot x നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതെങ്ങനെ എഴുതാം, log x into cot x എന്ന് എഴുതാം. പ്ലസ് ഇവിടെ log sin x divided by x എന്ന് വരും. log sin x divided by x എന്ന് വരും. ഇനി വൈഡ് വാല്യൂ കൊടുത്താൽ വേറെ ഒന്നും ചെയ്യല്ലോ. ഇത് പറഞ്ഞാൽ സൈൻ എക്സ് ഓൾറേസ് ടു ലോഗ് എക്സ് ആണ്. അപ്പൊ നമുക്ക് ഫൈനൽ സ്റ്റെപ്പ് വരെ അങ്ങനെ എഴുതാം. dy by dx is equal to y എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഓൾറേസ് ടു log x into then ഇത് ബാക്കി അതുപോലെ അങ്ങനെ ബ്രാക്കറ്റിൽ എടുത്ത് എഴുതിയാൽ മതി. log x into cot x plus log of sin x divided by x. ശ്രദ്ധിച്ചു നോക്കണേ. dy by dx is equal to sin x all raised to log x. y യുടെ സ്ഥാനത്ത് നമ്മൾ എന്താണ് sin x all raised to. അതെടുത്ത് എഴുതണം. കാരണം ലെറ്റ് y നമ്മൾ കൊടുത്തതാ അതിന്റെ പേര്, അതെടുത്ത് എഴുതണം. ദെൻ ബാക്കി നമുക്ക് അതുപോലെ ബ്രാക്കറ്റിനകത്തുള്ളത് അതുപോലെ തന്നെ എടുത്ത് എഴുതണം. ഇതാണ് ഡെറിവേറ്റീവ് y വിത്ത് റെസ്പെക്ട് ടു x ലോഗ് ഡിഫറൻസിയേഷൻ ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തതാണ്. ക്ലിയർ ആയി എല്ലാവർക്കും? ശ്രദ്ധിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.
ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഓക്കെ ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞൊരു 3-4-5 പ്രോബ്ലംസ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു 3 പ്രോബ്ലംസ് ഹോംവർക്ക് ആയിട്ട് തരികയാണ്. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വരുമ്പോൾ ഇതൊന്ന് ചെയ്തിട്ട് വേണം വരാൻ. കാരണം ചെയ്ത അതേ ടൈപ്പ് തന്നെയാണ്, വളരെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് വേണം നമുക്ക് കുറച്ചും കൂടി വ്യത്യസ്തതയുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ. അപ്പൊ ഒരു 3 പ്രോബ്ലംസ് ഒന്ന് ശ്രദ്ധിക്കുക. അത് കൃത്യമായിട്ട് നാളെ തന്നെ ചെയ്ത് നിങ്ങൾ വരണം കേട്ടോ. അപ്പോ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുക, അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾ എഴുതിക്കൊള്ളുക. ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. dydx കാണാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഫസ്റ്റ് വൺ എക്സ് റൈസ് ടു സൈൻ എക്സ്. ഇപ്പൊ y ഈക്വൽ എക്സ് സൈൻ എക്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തുണ്ടാവും? dy/dx എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർക്കണം മനസ്സിൽ. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ലോഗ് എടുക്കണം. ലോഗ് എടുത്ത് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കേട്ടോ. രണ്ടാമത്തെ അതുപോലെ തന്നെ സൈൻ എക്സ് ഓൾ റൈസ് ടു എക്സ്, അവിടെ നമ്മൾ ലോഗ് എടുക്കുക, ദെൻ ആ ലോ അപ്ലൈ ചെയ്യുക, ദെൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മൂന്നാമത്തെ അതുപോലെ തന്നെ സൈൻ എക്സ് ഓൾ റൈസ് ടു കോസ് എക്സ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത് സൈൻ എക്സ് ഓൾ റൈസ് ടു ലോഗ് എക്സ് ചെയ്തു. ഇത് അതിന്റെ പോലെ സൈൻ എക്സ് ഓൾ റൈസ് ടു കോസ് എക്സ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലോഗരിതം ആദ്യം എടുക്കണം, അത് 2 സൈഡും, എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ ഈ 3 പ്രോബ്ലം സെയിം ടൈപ്പ് നമ്മൾ യാതൊരു വ്യത്യാസമില്ല, നന്നായിട്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം വരാനായിട്ട്. എന്നീ സംശയം അടുത്ത ക്ലാസ്സിൽ ചോദിക്കണം. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.